ലോകപ്രശസ്ത കവിയായിരുന്ന ഖലീൽ ജിബ്രാന്റെ ഫിയർ എന്ന കവിതയുടെ മലയാളം ട്രാൻസ്ലേഷനാണ് ഇവിടെ നൽകുന്നത്. ഖലീൽ ജിബ്രാൻ 1883 ലബനീസിലാണ് ജനിച്ചത്. പിന്നീട് അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറി. ഒരു ലബനീസ് അമേരിക്കൻ റൈറ്ററായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല, ഒരു പെയിൻറ്ററും ഒരു ഫിലോസഫറും ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ഒരു വിമത കവിയായിട്ടാണ് ലോകം കണക്കാക്കിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകളിലെല്ലാം ലവ്, ലോസ്, സ്പിരിച്വാലിറ്റി, അതുപോലെ മനുഷ്യാവസ്ഥകൾ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഫിയർ എന്ന ഈ കവിതയിൽ അദ്ദേഹം ഒരു നദിയെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. It is said that before entering the sea, a river trembles with fear. അപ്പം ഇവിടെ ഒരു നദിയുടെ ഭയത്തെ പറ്റിയാണ് പറയുന്നത്. പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഒരു നദി കടലിൻ്റെ മുമ്പിൽ എത്തിയതും ഭയന്ന് വിറച്ചുകൊണ്ട് നിന്നു. നമുക്കറിയാം, നദികളെല്ലാം ഒഴുകി അവസാനം കടലിൽ ചെന്ന് ചേരുന്നു. അങ്ങനെ കടലിൽ ഒഴുകി എത്തിയ ഒരു നദി ആ കടലിനെത്തുന്നതിന് തൊട്ട് മുൻപായിട്ട്, കടൽ കണ്ട് അതിന് തൊട്ട് മുമ്പിലായിട്ട് വളരെ ഭയത്തോടെ നിന്നു. റിവർ ട്രംബിൾസ് വിത്ത് ഫിയർ എന്ന് പറഞ്ഞാൽ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഷീ ലുക്സ് ബാക്ക് അറ്റ് ദി പാത്ത് ഷീ ഹാസ് ട്രാവൽഡ് ഫ്രം ദി പീക്സ് ഓഫ് മൗണ്ടെയ്ൻസ്, ദ ലോങ് വൈൻഡിങ് റോഡ് ക്രോസിംഗ് ഫോറസ്റ്റേഴ്സ് ആൻഡ് വില്ലേജസ്. അങ്ങനെ ഭയന്ന ആ നദി പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പം ഭയമുള്ളതിനാൽ തന്നെ പിറകിലേക്ക് പോയാലോ എന്ന് ആ നദി ആലോചിക്കുകയാണ്. അതുകൊണ്ട് താൻ പിന്നിട്ട വഴികളിലേക്ക് ആ നദി ഒന്ന് തിരിഞ്ഞു നോക്കി. വളരെ ഉയരമുള്ള പർവ്വതത്തിൻ്റെ കൊടുമുടികളിൽ നിന്നാണ് നദി ഉത്ഭവിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയത്. അതുപോലെ തന്നെ വളഞ്ഞ റോഡുകളൊക്കെ അത് ക്രോസ് ചെയ്തിട്ടുണ്ട്. വില്ലേജുകൾ, ഗ്രാമപ്രദേശങ്ങൾ, വനങ്ങൾ ഇതൊക്കെ പിന്നിട്ടാണ് അനേക ദൂരം സഞ്ചരിച്ചാണ് കടലിലെത്തിയത്. ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ ഷീ സീസ് ആൻ ഓഷ്യൻ സോ വാസ്റ്റ്. ഇപ്പോൾ നദി തൻ്റെ മുമ്പിൽ കാണുന്നത് വളരെ വലിയൊരു കടലാണ്. വാസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ. ദാറ്റ് ടു എൻറ്റർ there seems nothing more than to disappear forever. അപ്പോൾ മുമ്പിൽ ഇനി ആ വലിയ കടൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് കടക്കുകയല്ലാതെ തിരിച്ചൊരു പോക്ക് സാധ്യമല്ല. അവിടെ മറ്റൊരു സൊല്യൂഷനും ഇല്ല. അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് നദിക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രവേശിച്ചാൽ നദി എന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റി അവിടെ നഷ്ടമാവുകയാണ്. എന്നേക്കുമായിട്ട് അത് നഷ്ടമാവുകയാണ്. പിന്നെ കടൽ ജലമായിട്ടത് മാറുന്നു. അപ്പോൾ താൻ ഇതുവരെ കൊണ്ടുവന്ന ആ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ തൻ്റെ ആ ഒരു സ്വത്വം അത് അവിടെ നഷ്ടപ്പെടുകയാണ് എന്ന് നദി തിരിച്ചറിയുന്നു. ബട്ട് ദെയർ ഈസ് നോ അതർ വേ, ദ റിവർ കനോട്ട് ഗോ ബാക്ക്. പക്ഷേ മറ്റൊരു വഴിയും ഇല്ല, ഇനി തിരിച്ചൊരു പോക്ക് സാധ്യവുമല്ല. നോബഡി ക്യാൻ ഗോ ബാക്ക്. ടു ഗോ ബാക്ക് ഈസ് ഇമ്പോസിബിൾ ഇൻ എക്സിസ്റ്റൻസ്. ആർക്കും അങ്ങനെ തിരിച്ചു പോകാനായിട്ട് കഴിയില്ല. നമ്മൾ പിന്നിട്ട ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും നമുക്കൊരു തിരിച്ചുപോക്ക് സാധ്യമല്ല. നമ്മളിപ്പോൾ 2025 ജീവിക്കുന്നു. അതല്ല 2 വർഷം മുമ്പിലെ ജീവിതം എനിക്കിനിയും ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. ആ സമയം കഴിഞ്ഞുപോയി. അതുകൊണ്ട് നദിക്ക് ഇനിയൊരു തിരിച്ചുപോക്ക് സാധ്യമല്ല. ഇവിടെ നദിയെ നമ്മുടെ ജീവിതത്തിലെ യാത്രയോടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ പല സ്ഥലങ്ങളിലും എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ ജീവിതത്തിലെ പല അവസരങ്ങളിലും നമ്മൾ എത്തിച്ചേരുന്നു. അങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയം അനുഭവപ്പെടാറുണ്ട്. അയ്യോ, ഇനി എന്ത് ചെയ്യും, എന്നെക്കൊണ്ട് ഇത് സാധ്യമാകുമോ, അതല്ല ഞാൻ പിറകോട്ട് പോയേക്കാം എന്ന് വിചാരിക്കാം. ഇവിടെ നദിയാണെങ്കിലും ധാരാളം സ്ഥലങ്ങൾ പിന്നിട്ടാണ്, ധാരാളം ദുർഘടമായ പാതകൾ താണ്ടിയാണ് കടലിൽ എത്തിച്ചേർന്നത്. പിന്നീട് അവർക്ക് വളരെ വലിയ യാത്രകളൊന്നും നടത്തേണ്ടതില്ല. പക്ഷേ എന്നിട്ടും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മളും ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളുടെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ടുള്ള യാത്രയോടൊരു ഭയം തോന്നാറുണ്ട്. അങ്ങനെ നമ്മൾ ആ പിന്നിട്ട വഴികളെല്ലാം വീണ്ടും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ ആ നദിയുടെ അവസ്ഥയും അത് തന്നെയാണ്. പക്ഷേ ഒരു തിരിച്ചുപോക്ക്, അതായത് നമ്മൾ ജീവിതത്തിൽ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി മുന്നോട്ടുള്ള ലക്ഷ്യങ്ങളാണ് നമ്മൾ കാണേണ്ടത്. അതാണ് നമ്മൾ എന്ത് റിസ്ക്കും എടുത്ത് അത് പൂർത്തിയാക്കേണ്ടത് എന്നാണ് ഈ കവിതയിലൂടെ കവി നമ്മളോട് പറയുന്നത്. ദ റിവർ നീഡ്സ് ടു ടേക്ക് ദ റിസ്ക് ഓഫ് എൻറ്ററിങ് ദ ഓഷ്യൻ. ആ നദിക്ക് എന്തായാലും ആ ഒരു സമുദ്രത്തിൽ പ്രവേശിച്ചേ മതിയാവൂ. കാരണം തിരിച്ചൊഴുകാൻ സാധ്യമല്ല. അപ്പോൾ ഇനിയുള്ള ഏക പോംവഴി അതിനകത്തേക്ക് കടക്കുകയാണ്. Because only then will disappear, because that is where the river will know
ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡിസപ്പിയറിംഗ് ഇൻ ടു ദി ഓഷ്യൻ ബട്ട് ഓഫ് ബിക്കമിങ് ദ ഓഷ്യൻ. അവിടെ എത്തുമ്പോൾ ആ നദി അതിനകത്തേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ നദി ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായി. അങ്ങനെ നദി എന്നുള്ളത് വിട്ട് അതൊരു വലിയ കടലിൻ്റെ ഭാഗമായി. ഇനി മുതൽ അത് കടലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു ചെറിയ ഒരു നദി എന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് വലിയൊരു കടലിൻ്റെ ഭാഗമായിട്ട് മാറി. നമ്മുടെ ജീവിതത്തിലും പല അവസരങ്ങളും ഇങ്ങനെയാണ്. നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മളും വലിയ ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ട് മാറും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ഭയങ്ങളെ നമ്മൾ ഓവർകം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയും. ജീവിതത്തിൽ പല അവസരങ്ങളിലും നമുക്കൊരു സംശയം ഉണ്ടാവും, ഇതെന്നെക്കൊണ്ട് കഴിയുമോ, ഇതെന്നെക്കൊണ്ട് പറ്റുമോ, ഇത് മറ്റു പലർക്കും സാധ്യമായി, പക്ഷേ എനിക്ക് അതിനുള്ള കഴിവില്ല എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മളും ആ ഒരു റിസ്ക് എടുത്ത് കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഉയരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇനി പാഠത്തിൻ്റെ അവസാനം കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. വാട്ട് ഡസ് ദ റിവർ സിംബലൈസസ് ഇൻ ദി പോയം? ഈ പോയത്തിൽ നദി എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ദ പാസേജ് ഓഫ് ടൈം, ദ ജേർണി ഓഫ് ലൈഫ്, ദ സൈക്കിൾ ഓഫ് നേച്ചർ, ദ പവർ ഓഫ് ലവ്. ദ ജേർണി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ യാത്രയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ്, ഹൗ ഡസ് ദ റിവർ ഫീൽ അബൌട്ട് ദ ഓഷ്യൻ? നദിക്ക് കടലിനെ പറ്റി എന്താണ് ഫീൽ ചെയ്തത്? ഫിയർഫുൾ, എക്സൈറ്റഡ്, ഇൻഡിഫറൻറ്റ്, ആംഗ്രി. ഫിയർഫുൾ ആണ് ആൻസർ, ഭയമാണ്. തേർഡ് വൺ, ഇൻ ദി പോം വാട്ട് ഡസ് ദ റിവർ ഫിയർ മോസ്റ്റ്? ഇതിനകത്ത് നദി എന്തിനെയാണ് ഏറ്റവും അധികം ഭയന്നത്? ദ ജേർണി ബാക്ക് ടു ദി മൗണ്ടൻസ്, ഡിസപ്പിയറിംഗ് ഇൻ ടു ദി ഓഷ്യൻ, ഗെറ്റിംഗ് ലോസ്റ്റ് ഇൻ ദി ഫോറസ്റ്റ്, ക്രോസിംഗ് ദ വില്ലേജസ്. ഡിസപ്പിയറിംഗ് ദ ഓഷ്യൻ ആണ്. ഡിസപ്പിയറിംഗ് ഇൻ ടു ദി ഓഷ്യൻ, ആ കടലിലെത്തി താൻ അപ്രത്യക്ഷമാകുമല്ലോ എന്നതായിരുന്നു നദിയുടെ ഭയം. ഫോർത്ത് വൺ, അക്കോർഡിംഗ് ടു ദി പോയം വാട്ട് ഈസ് ഇമ്പോസിബിൾ ഇൻ എക്സിസ്റ്റൻസ്? പോയത്തിൽ പറയുന്നതനുസരിച്ച് എന്താണ് അസാധ്യമായിട്ടുള്ളത്? മൂവിങ് ഫോർവേഡ്, ഗോയിങ് ബാക്ക്, റീച്ചിങ് ദ ഓഷ്യൻ, എൻ്ററിങ് ദ ഫോറസ്റ്റ്. ഗോയിങ് ബാക്ക്, പുറകോട്ടൊരു യാത്ര, അതാണ് അസാധ്യമായത്. അടുത്തത്, വൈ മസ്റ്റ് ദ റിവർ എൻ്റർ ദ ഓഷ്യൻ ഡെസ്പൈറ്റ് ഇറ്റ്സ് ഫിയർ? ഭയമുണ്ടെങ്കിലും നദിക്ക് എന്തുകൊണ്ടാണ് ഓഷ്യനിൽ ചേരേണ്ടി വരുന്നത്? അപ്പോൾ അങ്ങനൊരു ഭയമുള്ളത് കൊണ്ടാണ് അവിടെ മടിച്ചു നിന്നത്. പക്ഷേ തൻ്റെ യാത്രയെ അവസാനിപ്പിക്കണമെങ്കിൽ അതിനകത്ത് കടന്നേ പറ്റുള്ളൂ. അപ്പോൾ ഓപ്ഷൻസ് ഇതാണ്: ടു എൻഡ് ഇറ്റ്സ് ജേർണി, ടു അവോയ്ഡ് ദ മൗണ്ടൻസ്, ടു സ്റ്റോപ്പ് ഫ്ലോവിങ്, ടു ഓവർകം ഫിയർ ആൻഡ് ബിക്കം എ പാർട്ട് ഓഫ് സംതിങ് ലാർജർ. ടു എൻഡ് ഇറ്റ്സ് ജേർണിയാണ്, അതിൻ്റെ യാത്ര അവസാനിപ്പിക്കാൻ. അപ്പം ഡിയിൽ പറയുന്നത് ടു ഓവർകം ഫിയർ ആൻഡ് ബിക്കം എ പാർട്ട് ഓഫ് സംതിങ് ലാർജർ. പക്ഷേ യാത്ര അവസാനിപ്പിക്കേണ്ടത് ഉണ്ട്, അതുകൊണ്ടാണ് ആ റിസ്ക് എടുത്ത് അതിനകത്തേക്ക് ചെന്ന് ആ ഒരു വലിയ കടലിൻ്റെ ഭാഗമായിട്ട് നദി മാറിയത്. ഇനി 100 വേർഡ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി പോയംസ് ടൈറ്റിൽ ഫിയർ. ഹൗ ഡസ് ഇറ്റ്സ് റിലേറ്റ് ടു ദി സെൻട്രൽ തീം ഓഫ് ദി പോയം? ഫിയർ എന്ന ടൈറ്റിലിൻ്റെ ആ ഒരു ശീർഷകത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അതിന് എങ്ങനെയാണ് ഈ സെൻട്രൽ തീം, അതായത് ഈ കവിതയുടെ ആ ഒരു പ്രധാനപ്പെട്ട ആശയവുമായിട്ട് ആ ടൈറ്റിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഫിയർ എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ആശയം. അപ്പോൾ ആ ടൈറ്റിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ടൈറ്റിലാണ്. സെക്കൻഡ്, വാട്ട് ഡസ് ദ ആക്ട് ഓഫ് ദി റിവർ എൻ്ററിങ് ദ ഓഷ്യൻ സിംബലൈസസ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ലൈഫ് ആൻഡ് എക്സിസ്റ്റൻസ്? നമ്മുടെ ജീവിതത്തിൽ നിലനിൽപ്പിലും എങ്ങനെയാണ് ഈ റിവറിൻ്റെ ഫിയറും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ഇതിന് രണ്ടിനും എഴുതാവുന്നത് പോലെ ഒരു ആൻസർ ഞാനിവിടെ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഓഥറിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ദിസ് പോയം ഈസ് റിട്ടൺ ബൈ ഖലീൽ ജിബ്രാൻ. ഹി വാസ് എ ലെബനീസ് അമേരിക്കൻ പോയറ്റ്. ഹി വാസ് ഓൾസോ എ ഫിലോസഫർ. ഹിയർ ഇൻ ദിസ് പോയം ഫിയർ ഹി കമ്പയർസ് ലൈഫ്സ് ജേർണി ടു ദി ജേർണി ഓഫ് എ റിവർ. ഖലീൽ ജിബ്രാൻ ഒരു ലെബനീസ് അമേരിക്കൻ റൈറ്ററാണ്. അദ്ദേഹം എഴുതിയതാണ് ഈ പോം. അതുപോലെ ഇതിനകത്ത് ജീവിതത്തിനെ, നമ്മുടെ ജീവിതയാത്രയെ ഒരു നദിയുടെ യാത്രയുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. This poem mainly speaks about the fear of a river that is reached in front of the sea. She traveled a lot to reach in front of the sea, but she felt fear about entering the sea. She trembled with the fear.
ഒരു നദി വളരെയധികം ദൂരം സഞ്ചരിച്ച് കടലിന്റെ മുന്നിലെത്തി. അവിടെ എത്തിയതും ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. She wants to go back to the starting point, so she looks back at the path she has traveled. She started her journey from the peaks of mountains, then the long winding road, and crossed forest and villages. Finally, she realized that return to origin is not possible, but in front of her she sees an ocean so big. അപ്പോൾ നദി തിരിച്ചു പോകാൻ ആഗ്രഹിച്ചു. അങ്ങനെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. വലിയൊരു പർവ്വതത്തിന്റെ മുകളിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. വലിയ റോഡുകൾ പിന്നിട്ട്, വനങ്ങൾ പിന്നിട്ട് കടലിന്റെ മുഖത്ത് എത്തി. പക്ഷേ ഇനി ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല. പക്ഷേ മുന്നോട്ട് നോക്കുമ്പോൾ വളരെ വലിയൊരു കടലാണ് കാണുന്നത്. ഈ പുസ്തകത്തിൽ തന്നിരിക്കുന്ന റെയിൽവേ അനൗൺസ്മെന്റിന്റെ ആൻസേഴ്സ് ആണ്. വാട്ട് ഈസ് ദ ട്രെയിൻ നമ്പർ മെൻഷൻഡ് ഇൻ ദി അനൗൺസ്മെന്റ്? ഓപ്ഷൻ ബി ആണ് 12696. വിച്ച് പ്ലാറ്റ്ഫോം ഈസ് ദ ചെന്നൈ എക്സ്പ്രസ് അറൈവിംഗ് അറ്റ്? ഏത് പ്ലാറ്റ്ഫോമിലാണ് ചെന്നൈ എക്സ്പ്രസ് വരിക? ഓപ്ഷൻ സി ആണ് പ്ലാറ്റ്ഫോം നമ്പർ 5. അറ്റ് വാട്ട് ടൈം ഈസ് ദ ചെന്നൈ എക്സ്പ്രസ് ഷെഡ്യൂൾ ടു ഡിപ്പാർട്ട്? ഏത് സമയത്ത് പോകാമെന്നാണ് ചെന്നൈ എക്സ്പ്രസിന്റെ ടൈം തന്നിരിക്കുന്നത്? അത് ഓപ്ഷൻ എ ആണ്. ദെൻ ഫോർത്ത്, വാട്ട് സേഫ്റ്റി റിമൈൻഡർ ഈസ് ഗിവൺ ടു ദി പാസഞ്ചേഴ്സ്? എന്ത് സുരക്ഷാ മുന്നറിയിപ്പാണ് തന്നിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. അവോയ്ഡ് ക്രോസിംഗ് ദ ട്രാക്സ് ആൻഡ് യൂസ് ദ ഫുട് ഓവർ ബ്രിഡ്ജ്. ഇനി കോളേജ് അനൗൺസ്മെന്റിന്റെ അതാണ്. വെൻ വിൽ ദ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ഫോർ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസ് ബിഗിൻ? എപ്പോഴാണ് സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ എക്സാം ബിഗിൻ ചെയ്യുന്നത്? April 6. വേർ വിൽ ദ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ബി ഹെൽഡ്? എവിടെ വെച്ചാണ് എക്സാമിനേഷൻ നടത്തുക? ഓപ്ഷൻ സി എക്സാമിനേഷൻ ബ്ലോക്ക്. വാട്ട് ടൈം വിൽ ദ എക്സാം സ്റ്റാർട്ട് ഡെയിലി? എല്ലാ ദിവസവും ഏത് സമയത്ത് എക്സാം ആരംഭിക്കും? അത് ഓപ്ഷൻ എ ആണ്, 10:30 AM. ഫോർത്ത് വൺ, വാട്ട് 2 items must students bring to the exam hall? ഏത് 2 കാര്യങ്ങളാണ് എക്സാം ഹാളിലേക്ക് കുട്ടികളോട് കൊണ്ടുവരാൻ അനൗൺസ്മെന്റ് പറയുന്നത്? ID കാർഡ് ആൻഡ് ഹോൾ ടിക്കറ്റ്.